തൊഴിലാളിക്കൊരു പ്രശ്നം വന്ന എല്ലാം എല്ലാം ഒന്നാണ്. നിരീശ്വരവാദി നമ്പ്യാർ മൂർദാബാദ്. മുതലാളി അകത്തേക്ക് എല്ലാം പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ. ആ പിടിച്ചോ ഞാനിപ്പോ വരാം. ഈ സമരം അനാവശ്യമാണ്. ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നിൽ സംഘടിതരായ തൊഴിലാളി വർഗം മുഴുവനുണ്ട്, അല്ലാതെ മറ്റാരുമില്ല. ശങ്കരപ്പിള്ളയുടെ കയ്യിൽ നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് വക്കത്തിന് തെണ്ടിത്തരം കാണിക്കരുത്. ഒരു വക അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, സിമന്റ് കൊടുക്കുന്ന മെക്കാട്ട് പെണ്ണുങ്ങളോട് തന്നെ തല്ലിയും. അതിലും ഭേദം താൻ തന്നെ അല്ലെന്നാ. സദാശിവ, എന്താണോ ഈ കാണിക്കുന്നേ? അവിടെ ഇരുന്നേ. വേണ്ട, എന്നെ അങ്ങനെ ഇരുത്തണ്ട, ഞാനവിടെ നിന്നോളാം. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് എഴുന്നേക്കാം. അതാ നല്ലത്. ഈ പ്രദേശത്ത് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റേത്. നേരായ മാർഗത്തിലൂടെ അല്ലാതെ തൊഴിലാളി വർഗത്തെ പിഴിഞ്ഞോ കൃത്രിമം കാണിച്ചോ 10 പൈസ ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സത്യസന്ധമായി ചെയ്യുന്ന കർമ്മത്തെയും സത്യത്തെയുമാണ് ഞാൻ ദൈവമായി കാണുന്നത്. വക്കച്ചോ, ഞാനൊരു നിരീശ്വരവാദിയാണെന്നുള്ള കാര്യം വക്കച്ചൻ അറിയാമല്ലോ. പക്ഷേ ദൈവത്തെ കൂട്ടുപിടിച്ച് മറ്റുള്ളവർക്ക് പാര വയ്ക്കുന്ന ഇരപ്പാഴത്തര ആര് കാണിച്ചാലും ഞാൻ പ്രതികരിക്കുമല്ലേ? പ്രതികരിക്കും. ഒന്ന് പ്രതികരിച്ചു നോക്ക്. ഈ അടിച്ചത് പിള്ളേരുടെ മുഖത്തിട്ടാണെന്ന് പറയണ പുല്ലേ. താനൊരു തൊഴിലാളി നേതാവിനെ തല്ലിയല്ലോ. ഇന്നും നാളെ ഞാൻ കേരളാവിൽ കുറയ്ക്ക് ആവശ്യമിരിക്കുന്നു. നമ്പ്യാരുടെ ഗുണ്ടായി സംസാരിപ്പിക്കുക. കേരള ബന്ദ് സിന്ദാബാദ്. കണ്ട എംബോക്കിയല്ല ആഴ്ചയിൽ 10 ബന്ദ് പ്രഖ്യാപിച്ച് മനുഷ്യനെ പൊറുതി മുട്ടിക്കുന്നതുകൊണ്ട് ഈ ബന്ദിന്റെ വിലയൊന്നു പോയി. ആരോന്ന് പ്രഖ്യാപിക്കണം. പിന്നെ തല്ലിയല്ലോ. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കൂല. നാളെ ഭാരത് ബന്ദാണ്. ഭാരത് ബന്ദ് സിന്ദാബാദ്. പൂരാജി നമ്പ്യാർ മൂർദാബാദ്. പൂരാജി നമ്പ്യാർ നീതി പാലിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രശ്നങ്ങൾ വഷളായി വരികയാണല്ലോ. ഈശ്വരനെ നിഷേധിച്ച് ജീവിക്കുന്നോണ്ടാ പ്രശ്നങ്ങൾ ഒഴിയാത്തത്. സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരെ നിന്റെ ഈശ്വരന്മാര് ഭാര വെക്കുവോ? ഇതൊന്നും ഈശ്വരന്റെയും ജഗത്താന്റെ വിളയാട്ടമല്ല സുധർമ്മേ, അധർമ്മങ്ങളുടെ വിളയാട്ടമാണ്. ബിസിനസ് രംഗത്ത് അച്ഛന്റെ ഈ ഫിലോസഫിക്കൊന്നും ഒരു സ്ഥാനമില്ല. അധർമ്മത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഈ പ്രശ്നം ഞങ്ങൾക്ക് വിട്ടുക. നിന്നെയൊക്കെ വിശ്വസിക്കാവോ? 100% വിട്ടു വന്നിരിക്കുന്നു. തകരണം. അവന്റെ ആഫീസിന്റെ ചില്ലുകൾ തകർന്ന പോലെ അവന്റെ എല്ലാ ബിസിനസ്സുകളും തകരണം. അതെന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം. അതിനുവേണ്ടി എത്ര പണം ചെലവാക്കാനും എനിക്കൊരു മടിയില്ല. ഇതൊരു ദക്ഷിണയായിട്ടിരിക്കട്ടെ. മുതലാളി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി നമ്പ്യാരുടെ എല്ലാ സ്ഥാപനങ്ങളിലും സമരങ്ങളുടെ വെടിക്കെട്ടായിരിക്കും. വെറുതെ അല്ല പറഞ്ഞേ. KPCC ജില്ലാ സെക്രട്ടറി വക്കച്ചനെ പറഞ്ഞേ. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ വീഴുമ്പോ ഗുലുമാൽ അച്ഛൻ കേട്ടിട്ടുണ്ടോ? അത് മോളെ, അതൊരു സിനിമയ്ക്കകത്തെ പാട്ടല്ലേ? ആ പാട്ടിന്റെ കാസറ്റ് ഒരെണ്ണം വാങ്ങി ദിവസവും കേൾക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ രാവിലെ പൂജാമുറി കയറുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ കാസറ്റ് പൂജാമുറിയുടെ ടേപ്പിലിട്ടിട്ട് ഞാൻ കേട്ടോളാം. പോലെയപ്പുറത്ത് എന്നെ വിളിച്ചോ? വിളിച്ചു. എന്താ കാര്യം? എന്റെ അമ്മായിയമ്മ ജനത്തെ പ്രസവിച്ചു. അറിഞ്ഞില്ലേ? ഒരാളും ഒരു പെണ്ണും.